നമ്മൾ ഇനി പോകുന്നത് കോഴിക്കോട് കണ്ണഞ്ചേരിയിലേക്കാണ്. അവിടെ വേറിട്ട ഒരു വിഷു ആഘോഷവുമായി സിനോജ് നിൽക്കുന്നുണ്ട്. ആചാരങ്ങളുടെ ഭാഗമാണ് വിഷു ദിവസം നാട്ടിലിറങ്ങുന്ന ചോയ്കെട്ട്. സിനോജ് തോമസ്, ഗുഡ് ഈവനിങ്, ഹാപ്പി വിഷു. എനിക്കൊപ്പം കൃഷ്ണനുണ്ട്. അവിടെ ചോയ്കെട്ടിന് ആരൊക്കെയുണ്ട് സിനോജിനൊപ്പം? സുജയപർവതി, ഗുഡ് ഈവനിങ്. ചോയ്കെട്ട് ആരംഭിച്ചിരിക്കുന്നു. കണ്ണഞ്ചേരി ക്ഷേത്രമുറ്റത്താണ് ഞാനുള്ളത്. ചോയ്കെട്ട് ഇറങ്ങിയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. ചോയ്കെട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ശിവനും പാർവതിയും വേഷം കെട്ടി ജനങ്ങൾക്കിടയിലേക്ക് വരുന്ന ആചാരമാണ്. അതാണ് കാണുന്നത്. പോകുന്ന വഴിക്ക് ചൂരലുണ്ട്. കയ്യിലുള്ള ചൂരൽ കൊണ്ട് ഭക്തരെ അടിക്കും. ആ അടി കിട്ടാൻ വേണ്ടി ആളുകൾ വഴി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ പടക്കം പൊട്ടിച്ച ആളുകൾ കൂട്ടത്തിലുണ്ടാവും. ഈ പടക്കം പൊട്ടിക്കുന്നതിനെ കുറിച്ച് അപകടമുള്ള കാര്യമാണ്. പോകുന്ന വഴിക്കൊക്കെ തന്നെ പടക്കം തലങ്ങും വിലങ്ങും ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. ഈ തെരുവിലൂടെ ചോയ്കെട്ട് ശിവനും പാർവതി വേഷം മാറി, അതായത് കാട്ടാള വേഷത്തിലാണ് ഇറങ്ങി ആളുകളുടെ അടുത്തേക്ക് പോകുന്നു, അനുഗ്രഹമാകുന്നു. ആ സമയത്ത് ആളുകൾ പടക്കം പല സ്ഥലത്തുനിന്ന് പല വഴിക്ക് പടക്കം പൊട്ടിക്കും. അതാണ് ഈ ആചാരം എന്ന് പറയുന്നത്. ഈ ഒരു നാട് മുഴുവൻ ഈ വിഷു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാ വർഷവും വിഷു ദിനത്തിൽ ഈ ആചാരമുള്ളതാണ്. മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ശിവനും പാർവതി വേഷം മാറി ഇവിടേക്ക് ഇറങ്ങുന്നു. ഈ തെരുവിലൂടെ പോയി ഓരോ വീടുകളിലേക്ക് കയറുന്നു, അനുഗ്രഹമാകുന്നു. പോകുന്ന വഴിക്ക് ഈ അടി വാങ്ങും. കയ്യിലുള്ള ചൂരൽ കൊണ്ട് അടി കൊടുക്കും. ആ അടി കിട്ടാൻ വേണ്ടി ദൈവഭാഗത്തേക്ക് വീണ്ടും ചോയ്കെട്ട് വരുന്നുണ്ട്. വരുന്ന വഴിക്ക് തന്നെ പടക്കം പൊട്ടിക്കുന്നു. ആ കയ്യിലിരിക്കുന്ന ചൂരൽ കൊണ്ട് അടി വാങ്ങാൻ വേണ്ടി മുൻപിൽ ആളുകളുണ്ടാവും. ഭക്തർ അടി വാങ്ങിയിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ ആളുകൾ ഈ പടക്കം പൊട്ടിക്കുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ ദേഹത്തേക്ക് വരെ പടക്കം തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലാണ് ചോയ്കെട്ട് മുന്നോട്ട് നീങ്ങുന്നത്. ഓരോ വീടുകളിലും സന്ദർശനം നടത്തുന്നു. ഇപ്പോൾ ഒരു വീട്ടിനകത്തേക്ക് ചോയ്കെട്ട് കയറിയിരിക്കുന്നു. ശിവനും പാർവതിയുടെ വേഷത്തിലാണ് വീട്ടിനകത്തേക്ക് കയറുന്നത്. വീട്ടിനകത്തുള്ള ആളുകൾക്ക് അനുഗ്രഹം കൊടുക്കുന്നു. അവസാനിക്കുമെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന് കുളമുണ്ട്. ആ കുളത്തിൽ കുളിച്ചുകൊണ്ടായിരിക്കും ഈ ആചാരം അവസാനിക്കുന്നത്. വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരം കൂടിയാണ്. ചോയ്കെട്ട് നടക്കുകയാണ്. സിനോജ് തോമസ്, പടക്കത്തിനിടയിൽ പെടണ്ട. ചോയ്കെട്ട് വേഷത്തിൽ ശിവനും പാർവതിയും വരുന്നുണ്ട്. കോഴിക്കോട് കണ്ണഞ്ചേരിയിലെ കാഴ്ചകളാണ് സിനോജ് തോമസ് പങ്കുവെച്ചത്. എങ്ങനെയുണ്ട് ഇവിടെ വിഷു? വ്യത്യസ്തമല്ലേ? ഓരോ ഇടത്തും ഓരോ ആഘോഷമാണ്. അപ്പൊ രാവിലെ നമ്മൾ കണി കണ്ടു, അത് കഴിഞ്ഞ് പായസമായിട്ട് ഇവിടെ വന്നു. ഇപ്പൊ നമ്മൾ വിഷു ആഘോഷത്തിലേക്ക് കടന്നു. ഇനിയുമുണ്ട് കാഴ്ചകൾ.